ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകൾ സ്ഥാപിച്ച കുഴിബോംബ് പൊട്ടിത്തെറിച്ച് വീരമൃത്യു വരിച്ച CRPF ജവാൻ വിഷ്ണുവിന്റെ ഭൗതികദേഹം സംസ്കരിച്ചു. തിരുവനന്തപുരം പാലോട് സ്വദേശിയായ വിഷ്ണുവിന്റെ ഭൗതിക ശരീരം സൈനിക ബഹുമതികളോടെയാണ് സംസ്കരിച്ചത്. നൂറുകണക്കിന് ആളുകളാണ് തങ്ങളുടെ പ്രിയപ്പെട്ട വിഷ്ണുവിന് അന്തിമൊഴി നൽകാൻ എത്തിയത്. രാവിലെ 1:30 തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ച വിഷ്ണുവിന്റെ ഭൗതിക ശരീരം ആദ്യം വിഷ്ണു പുതിയതായി പണികഴിപ്പിച്ച പാലോടിന് സമീപം താന്നിമൂടുള്ള വീട്ടിലാണ് എത്തിച്ചത്. ശേഷം ചെറ്റച്ചലുള്ള കുടുംബവസതിയിൽ വിഷ്ണുവിന്റെ ഭൗതിക ശരീരം എത്തിച്ചപ്പോൾ വികാരനിർഭരമായ മുഹൂർത്തങ്ങൾക്കാണ് ആ നാട് സാക്ഷ്യം വഹിച്ചത്. മുപ്പത്തിയഞ്ച് വയസ്സുള്ള വിഷ്ണു ആ നാടിനും ഏറെ പ്രിയപ്പെട്ടവനാണ്. കുടുംബ വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം നന്ദിയോട് ജംഗ്ഷനിലും വിഷ്ണുവിന്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വച്ചു. വൻ ജനാവലിയാണ് വിഷ്ണുവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ആ കവലയിൽ തടിച്ചുകൂടിയത്. പിന്നാലെ വിഷ്ണു പഠിച്ചിരുന്ന SKV ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പൊതുദർശനത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വിഷ്ണുവിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തി. വിഷ്ണുവിന്റെ കുടുംബാംഗങ്ങളുമായും ഗവർണർ സംസാരിച്ചു. ഒരു നാടിന്റെ കണ്ണീരിൽ ചാലിച്ച സ്നേഹാദരവുകൾക്കൊടുവിൽ പാലോട് ശാന്തി കുടീരത്തിൽ വിഷ്ണുവിന്റെ ഭൗതിക ശരീരം അന്ത്യകർമ്മങ്ങൾക്ക് എത്തിച്ചു. അതും വിഷ്ണുവിന്റെ ആഗ്രഹപ്രകാരം. തുടർന്ന് ഇന്ത്യൻ സൈന്യത്തിന്റെ ഔദ്യോഗിക ബഹുമതികളോടെ വിഷ്ണുവിന്റെ ഭൗതിക ശരീരം സംസ്കരിച്ചു. വിഷ്ണുവിന്റെ ജീവിതം ഏതൊരു ദേശസ്നേഹിക്കും പ്രചോദനമാകട്ടെ. അമൃത ന്യൂസ്, തിരുവനന്തപുരം.